വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ 1000 രൂപയുടെ പെട്രോൾ കളഞ്ഞിട്ട് 10 രൂപയുടെ ചായ കുടിക്കാൻ പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് കഥ വേറെയാണ്. അങ്ങനെ വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോൾ ഫ്ലൈറ്റിൽ കൊൽക്കത്ത വരേക്ക് ഒന്ന് പോയിട്ട് വരുന്നതിന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ ഇൻബോക്സ് വരുവാണെങ്കിൽ ഞാൻ എന്തിനാ പോയെന്നുള്ള കാര്യം പറയാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന ഒറ്റ മൈൻഡിന്റെ കാലമൊക്കെ കഴിഞ്ഞു. വയസ്സ് കുറേ ആയെന്നേ. സോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് കാണാതെ ഒന്ന് ചെയ്യരുത്. സോ അങ്ങനെ നമ്മൾ കൊൽക്കത്തയിലെ തെരുവുകളിലൂടെ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിലോട്ട് യാത്ര പോവുകയാണ്. അപ്പോൾ നിങ്ങളോട് കാര്യം പറഞ്ഞുകൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചു. കാര്യമൊക്കെ എൻ്റെ വഴിയിൽ കൂടെ നടക്കും. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ചലഞ്ച് മറക്കണ്ട. 2026 നിങ്ങൾ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻറ്റ്സ് ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലെങ്കിൽ അവരെ ഫ്ലൈറ്റിൽ കയറ്റുക. ഇതാണ് ഞാൻ തന്ന ചലഞ്ച് എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഞാൻ 2 വീഡിയോയ്ക്ക് മുമ്പ് ഇട്ട എൻ്റെ അമ്മയും കൊണ്ട് ഫ്ലൈറ്റിൽ കയറുന്ന വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, ഇന്ത്യക്കകത്ത് പോകുമ്പോൾ പാസ്പോർട്ടിൻ്റെ കാര്യമൊക്കെ. എടാ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ID പ്രൂഫ് മാത്രം കാണിച്ചാൽ മതിയാവും. ഈ വീഡിയോ കണ്ടിട്ട് മോട്ടിവേറ്റ് ആയത് ചെയ്യാൻ ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കോണ്ടന്റ് ക്രിയേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെയാണ്. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് വന്നു. കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടുള്ള 2 പ്രശ്നങ്ങളെ ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണേ. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഭയങ്കരമായിട്ട് മടിയാവും. അതിന് ഒത്തിരി കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ജോലി തിരക്കുകളുണ്ടാവും. ചിലപ്പം നമുക്ക് തന്നെ ഒരു ലേസ്നെസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ബട്ട് തിങ്ക് വൈ യു സ്റ്റാർട്ട്. എടാ നീ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിനക്ക് സക്സസ്സിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. രണ്ടാമതായിട്ട് നമ്മുടെ വ്യൂസിൻ്റെ നമ്പർ കണ്ടിട്ട് നമ്മൾ നെഗറ്റീവ് ആവാറുണ്ട്. അത് നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വലിയൊരു ഹോളായിട്ട് ചിത്രീകരിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസ് വലുതായിട്ട് തോന്നും.